ലജ്ജിക്കുന്നത്? നിങ്ങൾ സന്തോഷിക്കിൻ. ഒരു നല്ല പ്രവൃത്തി ചെയ്യുന്നു എന്ന് മാത്രം അങ്ങ് ചിന്തിച്ചാൽ മതി. നാളത്തെ ലൈവിൽ നിങ്ങളായിരിക്കും ഈ ലൈവിലെ താരം. മനസ്സിലായോ? 70 34 766 363 എൻ്റെ അഡ്രസ്സെല്ലാം ഞാൻ പറഞ്ഞുതരാം. ആരെങ്കിലും മൊബൈൽ ഷോപ്പുകാരുണ്ടെങ്കിൽ അവർക്കൊരു സുവർണ അവസരമാണ്. അവരുടെ മൊബൈൽ ഷോപ്പ് നന്നായിട്ട് വികസിക്കും. അതുപോലെ തന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. ആ മൊബൈൽ ഷോപ്പിലേക്ക് ആൾ കൂടും. മനസ്സിലായോ? അർഹതപ്പെട്ടവർക്ക് വേണം നിങ്ങൾ ദാനധർമ്മം ചെയ്യേണ്ടത്. കാരണം നിങ്ങളുടെ മൊബൈൽ ഷോപ്പിൻ്റെ പേര് 10 പ്രാവശ്യം ഞാനിവിടെ ഇരുന്ന് പറയുമ്പോൾ മൊബൈൽ ഷോപ്പിലേക്ക് ആൾ കൂടും. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഒരു മൊബൈൽ ഷോപ്പുകാരെങ്ങാനും ഉണ്ടെങ്കിൽ മൊബൈൽ ഉണ്ടെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് സമ്മാനമായിട്ട് അയച്ചതാ. ലാപ്ടോപ്പ് ആയാലും മതി. ഇനി മൊബൈൽ ഷോപ്പുകാർ വേണ്ട, അല്ലാതുള്ളവർക്കും വേണമെങ്കിൽ അങ്ങനെ അയക്കാം. മനസ്സിലായോ? ചോദിക്കുന്ന എനിക്ക് നാണോ മാനോ ഇല്ല. അപ്പോൾ നിങ്ങൾ തരുന്ന നിങ്ങൾക്കും അങ്ങനൊരു ഭാവമേ ഉണ്ടാകരുത്. ഇപ്പോഴത്തെ കാലം അങ്ങനെയാണ്. ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കുമ്പോൾ അവരെ മാത്രമേ എടുത്ത് ഉയർത്താൻ ആളുകളുള്ളൂ. കാലത്തിനനുസരിച്ച് ജീവിക്കണം. മനസ്സിലായോ? കൊടുക്കുന്നവർ ഈ സമൂഹത്തിൽ കാലത്തിനനുസരിച്ച് ജീവിക്കണം. നമ്മൾ ദാനധർമ്മം ചെയ്യുന്നവരെ മറ്റേ ആളുകൾ നോക്കുകയും കാണുകയും ചെയ്യത്തുള്ളൂ. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ തന്നാലേ, ഭൂമി തന്നാലേ നിങ്ങൾ ഈ ലോകത്ത് മാനിക്കപ്പെടും. പലരും കമൻ്റ് ഇടുന്നത് കണ്ടിട്ടില്ലേ? ഞാനിത് മനുഷ്യൻ്റെ മനഃശാസ്ത്രം എനിക്ക് നന്നായിട്ടറിയാം. കമൻ്റ് എഴുതുന്ന കണ്ടില്ലയോ? സമൂഹത്തിന് നീ എന്ത് ചെയ്തു ഓരോരുത്തരോടും ചെന്ന് ചോദിക്കുന്നത് കണ്ടിട്ടില്ലേ? അതെ, സമൂഹത്തിന് എന്തെങ്കിലും നിങ്ങൾ ചെയ്തു വെക്കണം. അപ്പോഴേ നിങ്ങളെ ലോകം മാനിക്കത്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? എനിക്ക് ദാനധർമ്മം ചെയ്യണം. ഭൂമിയെങ്കിൽ ഭൂമി, മൊബൈലോ ലാപ്ടോപ്പോ എന്ത് വേണമെങ്കിലും, പൈസ എങ്കിൽ പൈസ ആയി ഇങ്ങോട്ട് കയറട്ടെ. 7558759593. മനസ്സിലായോ? പിന്നെ ഞാൻ കാണാൻ ഇവിടെ കെട്ടി ഒരുങ്ങി വന്നിരുന്ന് ഞാനിവിടെ ലൈവിലൂടെ ഇങ്ങനെ സംസാരിക്കും.